ക്രൈസ്തലോ സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. ദൈവം ചെയ്യുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനോ അതിൽ നിന്നൊന്നും കുറയ്ക്കുവാനോ ആവശ്യമില്ല, കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജീവിതത്തിന്റെ അനവധി ഏടുകളിൽ കൂടെ സഞ്ചരിച്ച ശേഷം താൻ പറയുകയാ, കർത്താവ് ചെയ്യുന്നതൊക്കെയും ശാശ്വതമാണ്. നൈമിഷികമായ സുഖങ്ങൾക്കു വേണ്ടി, നൈമിഷികമായ ചില അനുഗ്രഹങ്ങൾക്കു വേണ്ടി നാം പലപ്പോഴും പല വഴികളെ തേടാറുണ്ട്. ദൈവീയ വഴികളെ ചിന്തിപ്പാനോ ദൈവീയ വഴികൾക്ക് വേണ്ടി കാത്തിരിപ്പാനോ സമയമെടുക്കാതെ വേണം പലപ്പോഴും നാം നമ്മുടേതായ വഴികളെ തിരഞ്ഞെടുക്കുന്ന അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് രാവിലെ ദർശിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവമെല്ലാം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. എല്ലാം ഭംഗിയായി ചെയ്യും. പ്രിയപ്പെട്ടവരെ, മരിക്കാനൊരു കാലമുണ്ട്, ജനിക്കാനൊരു കാലമുണ്ട്, വിതയ്ക്കാനൊരു കാലമുണ്ട്, കൊയ്യുവാനൊരു കാലമുണ്ട്, കൊല്ലുവാനൊരു കാലമുണ്ട്, സൗഖ്യമാകുവാനൊരു കാലമുണ്ട്. എല്ലാറ്റിനും ദൈവം കാലം വെച്ചിരിക്കുന്നു, എല്ലാറ്റിനും ഒരു സമയം വെച്ചിരിക്കുന്നു. ദൈവമെല്ലാം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എന്ന് ശലോമോൻ തന്റെ അനുഭവങ്ങളിൽ കൂടെ വ്യക്തമാക്കുന്നു. രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക, എവിടെയാണ് നാം നിരാശപ്പെടുന്നത്? ശാശ്വതമായ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ല എന്നോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നന്മകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വേദനയുണ്ടോ? അല്ല, എൻ്റെ പ്രാർത്ഥനാ ശബ്ദങ്ങളെ ദൈവം കേട്ടില്ല, അനേക നാളുകളായി ഞാൻ ചില വിഷയങ്ങളെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നൊരു വേദനയാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശാശ്വതമായൊരു പ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ അതേ പ്രമാണിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ആവശ്യമായിരിക്കുന്നത് തത്സമയത്ത് നൽകി കൊടുത്ത് മാനിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ദൈവം ശാശ്വതമായ ഒരു അനുഗ്രഹം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ ശാശ്വതമായ ഒരു അനുഗ്രഹം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. സ്ഥിരമാനസം നിന്നിലുണ്ടെങ്കിൽ അവൻ നമ്മെ ശാശ്വതമായ മാർഗത്തിൽ നടത്തുന്ന ദൈവമാണ്. സ്ഥിരമായ ഒരു മാനസം ദൈവത്തോട് ബന്ധപ്പെട്ട, ആശ്രയത്തോട് ബന്ധപ്പെട്ട, ദൈവീയ കരുതലിനോട് ബന്ധപ്പെട്ട സ്ഥിരമായൊരു മാനസം നമ്മിലുണ്ടെങ്കിൽ അവൻ നമ്മെ നിശ്ചയമായും ശാശ്വതമായൊരു മാർഗത്തിൽ നടത്തുന്നവനായ ദൈവമാണ്. അവന്റെ പ്രവർത്തികളൊക്കെയും തത്സമയത്ത് വെളിപ്പെട്ടു വരികയും അത് അനുഗ്രഹമാകും, ശാശ്വതമാകും, നിലനിൽക്കുന്നതാകും, സമാധാനമാകും. ആകയാൽ ഈ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.